പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിലെ 19-കാരിയുടെ ആത്മഹത്യയിൽ കുടുംബം ആരോപണം ഉന്നയിച്ച അടൂരിലെ ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനം ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് വിദ്യാർത്ഥി ജീവനൊടുക്കാൻ കാരണമെന്നായിരുന്നു അമ്മയുടെ ആരോപണം. ശ്രീരാജ് ബാബുണ്ട്. ശ്രീരാജ്, അമ്മ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഈ അധ്യാപകൻ മാനസികമായി മകളെ പീഡിപ്പിച്ചിരുന്നു, അതിനെ തുടർന്നായിരുന്നു ആത്മഹത്യയെന്ന് ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവത്തിലെ പോലീസ് നടപടികൾ എങ്ങനെയാണ്? ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ കൂടി. തീർച്ചയായും സേതു, കുടുംബം ഈ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ തന്നെ ഈ അധ്യാപകനെതിരെയും സ്ഥാപനത്തിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നേരത്തെ തന്നെ ചില പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥാപനത്തിൽ നിന്നും അധ്യാപകന്റെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായി എന്ന കാരണത്താൽ സ്ഥാപനത്തിലെ ക്ലാസ് അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പഠനം അവസാനിപ്പിച്ച് നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഡിവൈഎഫ്ഐ ഈ സ്ഥാപനത്തിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ പറഞ്ഞത് ഇദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടിയെടുക്കണം, അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷണം ഉണ്ടാകണം, കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ തന്നെയാണ് ഡിവൈഎഫ്ഐ നിലവിൽ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ ഈ ആരോപണ വിധേയനായ അധ്യാപകൻ പ്രദീപ് കുമാർ നിലവിൽ ഒളിവിലാണ്. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നത് ഈ പെൺകുട്ടിക്ക് ഇദ്ദേഹം മോശമായ മെസ്സേജുകൾ അയക്കുമായിരുന്നു, വാട്സപ്പിൽ ഉൾപ്പെടെ മോശമായ മെസ്സേജുകൾ അയക്കുമായിരുന്നു. അതുപോലെ തന്നെ ഡേറ്റിംഗിൽ ഉൾപ്പെടെ ഈ പെൺകുട്ടിയെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ പോലീസ് ഈ ഫോണിലെ മെസ്സേജുകൾ കേന്ദ്രീകരിച്ചുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മാത്രമേ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒളിവിൽ പോയ അധ്യാപകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നിലവിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സേതു, ശരി ശ്രീരാജ, അടൂർ ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തുടരുകയാണ് തത്സമയം.